പോയിട്ട് റെഡിയാക്കണം അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ എത്ര കിലോമീറ്റർ നടന്ന്? അപ്പോൾ ഏകദേശം 35-40 കിലോമീറ്റർ നടന്നല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ നിന്ന് ഇർഷാദ് നടത്തം ആരംഭിച്ചതായി ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഏകദേശം ഇന്നൊരു 40 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റേ എവിടെയാണ്? ഏതെങ്കിലും കുടുംബക്കാരെ വീട്ടിലല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളം കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ? അറിയോ? ഇൻഷാ അല്ലാഹ് അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ എത്ര വയസ്സായി ഇപ്പോൾ? ഇർഷാദിന് 20 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടന്ന് നിങ്ങൾ ഇപ്പോൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയോ നടക്കാൻ? 5000 കിലോമീറ്ററിൽ. അപ്പോൾ പാകിസ്ഥാൻ നടക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഇവിടുന്ന് രാജസ്ഥാൻ വരെ നടക്കും, എന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റിന് പോകും അല്ലേ? അപ്പോൾ ബാക്കി പാകിസ്ഥാൻ ഇറാനൊക്കെ ഇപ്പോൾ പ്രശ്നമാണല്ലോ അല്ലേ? നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ആണ്. അപ്പോൾ രാജസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് ഫ്ലൈറ്റിന് പോയിട്ട് ബാക്കി അങ്ങോട്ട് നടക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ ഇർഷാദിന് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇർഷാദ് നടന്നിട്ട് ഹജ്ജിന് പോകണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ മാക്സിമം. ഇർഷാദ് അങ്ങനെ യാത്ര ഇന്ന് രാവിലെ തിരിച്ചതാണ് കേട്ടോ. 6:30 മണിക്ക് ഇന്ന് തിരിച്ചതാണ് ഇർഷാദ്. ഏകദേശം ഇന്ന് പരപ്പനാടി നിന്ന് ഇന്ന് തിരൂര് പരപ്പനാടി നിന്ന് ഈ സമയം വരെ കാലിക്കറ്റ് വരെ ഇന്ന് നടന്നിട്ട് ഇർഷാദ്. അപ്പോൾ നമുക്ക് ഇർഷാദിനോട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം.